നമസ്കാരം. സീനസ് വാർത്തയിലേക്ക് സ്വാഗതം. കടക്കരപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ വർണ്ണകൂടാരം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ വർണ്ണകൂടാരം പണിതുയർത്തിയത്. വിദ്യാർത്ഥികളുടെ ശാരീരിക, മാനസിക, ഭൗതിക, സാമൂഹിക വികസനത്തിനായി ഉതകുന്ന വൈജ്ഞാനിക കളിയിടങ്ങളും വർണ്ണാഭമായ ക്ലാസ് റൂമുകളും ഉൾപ്പെടുത്തി ഹരിത ഇടം, വര ഇടം, ഗണിത ഇടം, കരകൗശല ഇടം, ശാസ്ത്ര ഇടം, സംഗീത ഇടം തുടങ്ങിയ 13 നിർമ്മാണങ്ങളാണ് വർണ്ണകൂടാരത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമപ്രദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത് വഴി അറിവ് സമ്പാദിക്കുന്നത് മാത്രം ലഹരിയാക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് വർണ്ണകൂടാരം ഒരുക്കിയിരിക്കുന്നത് എന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിജിമോൻ NS അറിയിച്ചു. കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കതറ അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് വിദ്യാർത്ഥികൾക്കായി വർണ്ണകൂടാരം പദ്ധതി സമർപ്പിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി നോബൽ പ്രൈസ് കിട്ടിയതും രവീന്ദ്രനാഥ ടാഗോർ. ആ ടാഗോർ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളോട് പ്രസംഗിക്കുന്നത് ക്രൂരതയാണ്. അപ്പൊ ഞാൻ ആ ക്രൂരത ചെയ്യണോ? ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് മുഖ്യ പ്രഭാഷണം നടത്തി. സജീവ് ഉണ്ണികൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK ഷിജി, TK സത്യാനന്ദൻ, KK ബീന, ഹെലൻ കുഞ്ഞുകുഞ്ഞ്, മനു S, അനുജ ആന്റണി, ശ്രീദേവി KS, അമൃത, സന്ധ്യ എന്നിവർ ആശംസകൾ അറിയിച്ചു. SMC ചെയർമാൻ S. സുരേഷ് കുമാർ നന്ദി അറിയിച്ചു. വർണ്ണകൂടാരം അണിയിച്ചെടുക്കുന്നതിൽ ഭാഗഭാക്കായ കലാ, വൈജ്ഞാനിക, കരകൗശല നിർമ്മാണ വിദഗ്ധരായ ഉദയകുമാർ കൊട്ടാരം, ജോബിലാൽ കളവങ്കോടം, സംജിത് S, സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ആദി കൃഷ്ണ, ജോർജ്, സജിമോൻ, സുനിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അണ്ടർ 14 സംസ്ഥാനതല ജൂനിയർ ബോയ്സ് ക്രിക്കറ്റ് മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ ടീം അംഗമായ സ്കൂൾ വിദ്യാർത്ഥി ജഗന്നാഥൻ, മികച്ച അധ്യാപകരുള്ള ഗുരുജോതി പുരസ്കാര ജേതാവ് ജെയിംസ് ആന്റണി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു.
ന്യൂസ് വാർത്ത നിങ്ങളിലേക്ക് എത്തുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്യുക. സി ന്യൂസ് ചേർത്തല.